السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസറിന് ആദ്യം നമ്മൾ കൗസർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്, ഏറ്റവും മൂന്നായത്തുകളാൽ അല്ലെങ്കിൽ വളരെ ചെറിയ പദങ്ങളുള്ള ഒരു സൂറത്ത്. രണ്ടാമത്, ഹൗദുൽ കൗസറും നമ്മുടെ മനസ്സിലേക്ക് വരും. അവിടെ വെച്ച് തന്നെയാണ് ആദ്യം തുടങ്ങാനുള്ളത്. ഹൗദുൽ കൗസറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള തഫ്സീറുകൾ 99% ശരിയാണെങ്കിലും 1% പണ്ഡിതന്മാർ വിയോജിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ ആരും എന്തെങ്കിലും എന്താ ഇപ്പോൾ ഇങ്ങനെ തഫ്സീർ പറയുന്നത് എന്ന് വിചാരിക്കരുത്. നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ ഹൗള് പോലെ ഒരു വലിയ തടാകമുണ്ടെന്നും ആ തടാകത്തിൽ നിന്ന് ഹൗലുൽ കൗസർ വാരിത്തരും അല്ലെങ്കിൽ വെള്ളം കോരിത്തരും എന്ന് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം കൃത്യമായ ഹദീസിൻ്റെ റിവായത്തിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ അതുപോലെ തന്നെ പണ്ഡിതന്മാരും ആലിമീങ്ങളും ഒക്കെ പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ 100% അത് ശരിയാണ് എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം കൂടെ നമ്മളൊന്ന് പരിശോധിക്കാം. ശരിക്കും കസീർ എന്ന വാക്ക് അറിയില്ലേ? ധാരാളം, കൗസർ, ഒരുപാട് നൽകി. അതിനൊരു മലയാളത്തിൽ നമുക്കൊരു ഒറ്റ വാക്കിൽ അതിന് പല പദങ്ങൾക്കും നമുക്ക് മാന വെക്കാൻ കഴിയില്ല, അർത്ഥം വെക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഒരുപാട് നൽകി എന്ന ഒരു വാക്ക് നമുക്ക് തൽക്കാലം മനസ്സിലാകാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ സാഹചര്യം, അവതരണ പശ്ചാത്തലം, സബബുൻ നസൂലാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. സബബുൻ നസൂൽ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ കാഫിറൂനിൽ നമ്മൾ പഠിച്ചു, അത്രയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞ സാഹചര്യത്തിലും അള്ളാഹു എത്ര പ്രയാസങ്ങൾ ഇസ്ലാമിക സമൂഹത്തിനും മക്കയിലുള്ള മുസ്ലിം വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്കെതിരെ അവർ ഖുറൈശികൾ അഥവാ മുശ്രിക്കുകൾ നടത്തിയ ആക്രമണങ്ങൾ, കുടുംബത്തു നിന്നുള്ളതും പുറത്തുനിന്നുള്ളതും എല്ലാം ഉണ്ടായിട്ടും ഇസ്ലാം വളർന്നുകൊണ്ടിരുന്നു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ ഘട്ടത്തിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതം നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഉപ്പുണ്ട്, ഉപ്പ ജീവിച്ചത് കേൾക്കുന്നവർക്ക് ഉപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഉപ്പ നിലവിലുണ്ട്, ഉമ്മയുണ്ട്, കുടുംബമുണ്ട്, ഇതൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ, യത്തീമായിട്ടും ജനനം, ഉപ്പല്ല. ഉമ്മ, ഉമ്മാനെ ഓർമ്മ വെച്ച കാലം മുതൽ കാണാൻ പറ്റിയില്ല. ഓക്കെ, ആ ചെറുപ്രായത്തിൽ തന്നെ ഉമ്മ ഇല്ല. ഉമ്മാനെ ഉപ്പാൻ്റെ ഒരു 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 സ്നേഹം, അത് കിട്ടേണ്ട ഉമ്മാനും ഉമ്മയും ഉപ്പയും കൊടുക്കുന്ന സ്നേഹത്തിന് പകരമാവില്ല മറ്റൊന്നും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് കൊടുത്തു. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അബ്ദുള്ളാന്റെ മോനാണ്. അബ്ദുള്ളാന്റെ മോൻ എന്നതുകൊണ്ട് തന്നെ ഈ 9 ചാപ്പന്മാരും, ഉപ്പൻ്റെ ജ്യേഷ്ഠാനുജന്മാരും, പിന്നെ അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബിൻ്റെയും സ്നേഹം, അതിനുശേഷം അബൂ താലിബ്, ഉപ്പ എങ്ങനെ സ്നേഹിക്കും. അബൂ താലിബിന് മക്കളുണ്ട്, മക്കളെക്കാൾ ഒരു പടി സ്നേഹം കൊടുത്തത്, അധികം സ്നേഹം കൊടുക്കാൻ അബൂ താലിബിന് സാധിച്ചു എന്നുള്ളതാണ്. അത്രക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും വിശുദ്ധിയും ഒക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പക്ഷേ അതൊക്കെ ആണെങ്കിലും അബൂ താലിബിൻ്റെ സംരക്ഷണത്തിൽ വളർന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 25-ാം വയസ്സിൽ തന്നെ, ആ ഒരു പ്രായം, യൗവനത്തിൻ്റെ ആ പ്രായത്തിലെത്തുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഈ പഠനമൊക്കെ കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഉള്ള നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കണ ആ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് വിവാഹം വരിക. ഓക്കെ, അപ്പോൾ ശരിക്കും ആ സമയത്ത് നമുക്കൊരു വിവാഹം ആവശ്യമാണ്. നമുക്ക് വല്ലാതെ ഒരു അത്താണി ആവശ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ യൗവന കാലഘട്ടത്തിൻ്റെ തുടക്കം. കൗമാരം കഴിഞ്ഞ പാടെ തന്നെ ഇതൊരു ആവശ്യമാണ് മനുഷ്യൻ്റെ. ജൈവികമായ ആവശ്യവും ആത്മീയമായിട്ടും ഒക്കെ ഒരു മനുഷ്യന് ഇസ്ലാമിനെ
പൂർണ്ണമാവണമെങ്കിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുക നിർബന്ധമാണ്. ഞാൻ സുന്നത്താന്നല്ല, നിർബന്ധമാണ്. അത് ജൈവികമായ മനുഷ്യൻ്റെ ആവശ്യമാണ്, അതുപോലെ തന്നെ ആത്മീയ ആവശ്യമാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് അത് കിട്ടി, ആ നല്ലൊരു ബന്ധം. അത് നമ്മൾ ആലോചിക്കും, ഉമ്മയില്ലാതെ വളർന്ന നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ ഉമ്മയായിരുന്നു ഖദീജ ബീവി. ഉമ്മയുടെ സ്ഥാനം കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി സ്വലമക്ക് അവിടെ കിട്ടുന്നത്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ദാരിദ്ര്യത്തിലാണ്. അതായത് അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ സമ്പന്നം. അപ്പോൾ അബൂലഹബിന് സമ്പന്നത ഉണ്ട് എന്ന് പറഞ്ഞാൽ നബിയുടെ ജ്യേഷ്ഠന്മാർക്ക് അന്നൊക്കെ സമ്പത്തുള്ളവനുള്ളതുപോലെ ജീവിക്കും, ഇല്ലാത്തവൻ ഇല്ലാത്ത പോലെ ജീവിക്കുക, അങ്ങനെയുള്ളൊരു ഇതാണ്. വലിയ കുടുംബമൊക്കെ ആയിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വ്യക്തി എടുക്കുമ്പോൾ സമ്പന്നനായിരുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിസമ്പന്നയായ ഖദീജ ബീവി വിവാഹം കഴിക്കുന്നതോടുകൂടെ ആ സമ്പത്തിന്റെ മുഴുവൻ ഉടമ എന്ന അവസ്ഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരാനും സാധിക്കും. അപ്പോൾ സാമ്പത്തികമായ ഐശ്വര്യം നൽകി ഈ അനാഥത്വം എന്ന അവസ്ഥ ഇന്ന് മാറി ഒരു താങ്ങും തണലുമായിട്ട് ഖദീജ ബീവിയെ കൊടുത്തു. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുടക്കത്തിൽ ആ കിട്ടുന്ന നിഅമത്തുകൾ. പക്ഷേ അതിലപ്പുറം ഇവിടെ ഒരു പ്രയാസം ഉണ്ടായത് ഖദീജ ബീവിയുടെ വഫാത്ത്, മരണം. ഖദീജ ബീവി എന്നത്, അതുപോലെ തന്നെ അബൂ താലിബിന്റെ മരണം. അബൂ താലിബ് ഉള്ളത് കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരേക്ക് ആരും അടുക്കാത്തത്. ആ സംരക്ഷണത്തിലായിരുന്നു. ഖദീജ ബീവിയുടെയും ആ ഒരു സുരക്ഷിതത്വവും സാമ്പത്തിക ശക്തിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. അപ്പോൾ ഈ രണ്ടും നീങ്ങി. പിന്നെ അതോടൊപ്പം പിന്നെ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഷൈബ് അബൂ താലിബിലൊക്കെ കുടുംബം സഹിതമൊന്നായിട്ട് വല്ലാതെ പ്രയാസപ്പെട്ടതും ആ ഒരു പ്രയാസ കാലഘട്ടമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരുപാടുണ്ടായി. പിന്നെ അതിലൊക്കെ അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺകുട്ടികൾ ജനിക്കുന്ന ചെറുപ്പത്തിൽ തന്നെ അബ്ദുള്ള, ഖാസിം, ഇവരൊക്കെ മരണപ്പെടുന്നവർ. അത് അള്ളാഹു തർത്തീബാക്കിയാണ്. മാതാപിതാക്കള് അല്ലെ മക്കള് അള്ളാന്റെ പിന്നെ ഖദറിൽ പെട്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇതിനില്ല, നമുക്കറിയില്ല അതിന്റെ യുക്തി എന്താണെന്ന്. പക്ഷേ അങ്ങനെയുള്ള ഫാത്തിമ ബീവി ഉണ്ട്. പക്ഷേ ഈ ആൺമക്കൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ട്രെൻഡായിരുന്നു. ഞാൻ ഈ ഒരു സൂറത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നു, അതായത് അബ്ദുൽ മുത്തലിബ് 10 ആൺകുട്ടികളെ വേണമെന്ന് അള്ളാഹുവോട് ദുആ ചെയ്ത സന്ദർഭം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിന്റെ ഒരു തർത്തീബാണ്. മക്കൾ മരണപ്പെട്ടു. അപ്പം അങ്ങനെയുള്ള ഒരു പുത്ര വിരഹ ദുഃഖത്തിലേക്കാൾ അപ്പുറം ആ മക്കൾ മരണപ്പെടുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ വിഷമമുണ്ടായ സംഗതി തന്നെയാണ്. എന്നാലാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ ഈ ഒരു വർത്താനം ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഒരു മനുഷ്യനാണല്ലോ, ബഷറും നബി സല്ലല്ലാഹു അലൈഹി ഒരു വ്യക്തിയാണ്. അപ്പം നബിക്കത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അത് ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞു, വേരറ്റവൻ, അബുത്തർ. ഈ സൂറത്തിന്റെ അവസാനത്തെ വാക്കാണ് അബുത്തർ. അബുത്തർ എന്ന് പറഞ്ഞാൽ പിൻഗാമി ഇല്ലാത്ത ആള്. അതായത് ആൺമക്കളാണ് പരമ്പര ഉണ്ടാകുക. ഒരാളുടെ വ്യക്തി ജീവിതം പിന്നീട് അങ്ങോട്ട് പടർന്ന് പന്തലിക്കുക മകനിലൂടെയാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ തന്നെ ബിൻ എന്ന് ആണ്. ഇപ്പൊ മുഹമ്മദ് ബിൻ അബ്ദുള്ള, അപ്പൊ അബ്ദുള്ളാന്റെ മകൻ മുഹമ്മദ്. ഇനി മുഹമ്മദിന്റെ മകൻ ആയിട്ട് ഒരാൾ വരണം, എന്നാലേ മുഹമ്മദ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാവുകയും ആളുകൾ ഇത് പറഞ്ഞ് ഇതിങ്ങനെ സ്പ്രെഡായി. മക്ക മുഴുവൻ ഇതിങ്ങനെ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭ്രാന്തൻ എന്ന് പറഞ്ഞു, ഭ്രാന്തൻ, കവി, അല്ലെങ്കിൽ സ്ഥലക്ക് സുഖമില്ലാത്ത ആൾ, ഇങ്ങനെ പല രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ തായിഫിൽ വെച്ചിട്ട് കുട്ടികളെ വിട്ട് കല്ലെറിയുന്ന സന്ദർഭമൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കും. കുടുംബത്തിൽ നിന്നും ഈ നമുക്കിപ്പോൾ പുറമുള്ള ആളുകൾ നമ്മൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റില്ല. കുടുംബത്തിൽ നിന്നും ആളുകൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം. അപ്പോൾ ഒരു പ്രയാസ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൊത്തത്തിൽ ഈ അബുത്തർ ഷാനി ഒക്കെ പിന്നെ അതായത് അബുത്തറായിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ പറഞ്ഞത്. വിരോധികൾ, ഇവിടെ ഇന്ന ഷാനിയൊക്കെ എന്നുള്ള വാക്കിന് വിരോധി ആയ ഒരവസ്ഥയാണ് പറയാം. വിരോധ മനസ്സോടുകൂടി നിന്റെ വിരോധികളായ, നിന്നെ ഇഷ്ടമില്ലാത്ത ആളുകൾ പറഞ്ഞു വരുത്തുന്ന അബുത്തർ അവർ തന്നെയാണ് എന്ന് ഇതിൽ സമർത്ഥിക്കുകയാണ് ഈ സൂറത്തിൽ. അപ്പോൾ ഈ മൂന്നാമത്തെ ആയത്ത് വളരെ പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ ഹൗദുൽ കൗസർ ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച അവിടെ നിൽക്കട്ടെ. അതുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇല്ലേലും അൽഹംദുലില്ലാ. നമ്മൾ അത് ഉണ്ടെന്നോ ഇല്ലാന്നോ ഞാൻ ഈ തഫ്സീറിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. കാരണം ചില സംഗതികൾ അങ്ങനെയാണ്.
ഓക്കെ. നമുക്ക് ഹദീസ് നമുക്ക് അത് അവര് പറയുന്നത് ഫോളോ ചെയ്യാനല്ലേ പറ്റും. നമുക്ക് നമ്മുടേതായ ചിന്തകളൊന്നും ഇതിൽ കൊണ്ടുവരാൻ പാടില്ല. അള്ളാഹിന്റെ കലാം എന്താണ് പഠിപ്പിക്കുന്നത് അത് നമ്മൾ ആളുകളോട് പറയാന്നുള്ളത് മാത്രം. അപ്പോൾ ഇവിടെ ഈ ഈ ഒരു സംഭവം മൂന്നാമത്തെ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് ഈ നാട്ടിൽ നടന്ന ഈ വിരോധികളുടെ ഈ ഒരു സംസാരത്തെയാണ് മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത്. ഓക്കെ. എപ്പോഴും തഫ്സീർ പറയുമ്പോൾ ഒന്ന് മുതൽ ഇങ്ങോട്ട് പറയുന്നതിനേക്കാൾ താഴെന്ന് മേലോട്ടാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കാരണം ഇവിടുന്ന് മുതൽ ഇത് ഈ ഇന്ന ആഴ്ത്തിനാക്കൽ കൗസർ എന്നതുമായിട്ട് ഇതിന് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത്രയും ഈ വേരറ്റ് പോയ അല്ലെ കുടുംബ പാരമ്പര്യം ഇല്ലാത്ത ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ആളുണ്ടല്ലോ. അപ്പോൾ അവരോട് പറയേണ്ട കാര്യം അവരാണ് വേരറ്റവര്. ഏഹ് അപ്പം ഈ അപ്പം വേരറ്റവർ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന്റെ വേരറുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ മരം അതിന്റെ വേരറ്റ് പോയി എന്ന് പറഞ്ഞാൽ ആ മരം പിന്നെ വളരൂല. അത് പിന്നെ നശിച്ച് താഴോട്ട് വീഴുകയാണ് ചെയ്യുക. പിന്നെ വളരാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വംശപരമ്പര അറ്റുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺമക്കൾ മരണപ്പെട്ടു പോയി. ഈ അള്ളാഹിന്റെ വലിയ നബിയായിട്ട് ഇപ്പം എന്താന്നൊക്കെ പറഞ്ഞ ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സത്യം. ഈ ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്ന വാക്കിന് നബിയെ ഇന്ന തീർച്ചയായും ആ ഇന്നക്ക് മദ് ലാസിം ഇട്ടിട്ട് വെച്ച് നോക്കൂ. ഇന്ന അവിടെ അങ്ങനെ നീട്ടിയിട്ട് ഓതാൻ പറയുന്നത് ഞാൻ ഒരുപാട് ഞാൻ നൽകിയിരിക്കുന്നു. ആ അഅ്തൈനാക ഒരുപാട് കൗസർ കസീർ ധാരാളം നിങ്ങൾക്ക് ഞാനിതാ നൽകിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ നൽകിയത്? ധാരാളം നൽകിയിട്ടാണ്. എന്താ നൽകിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പറഞ്ഞ എല്ലാം. അപ്പോൾ അനാഥനായി ജനിച്ചെങ്കിലും ആ സാമ്പത്തിക പ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി സാമ്പത്തിക ഐശ്വര്യം നൽകുന്നു. ഉമ്മയെപ്പോലെ ഒരു ഭാര്യയെ 40 വയസ്സുള്ള ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉമ്മ എങ്ങനെ കെയർ ചെയ്യോ അതിനേക്കാൾ നന്നായിട്ട് കെയർ ചെയ്യുന്നത്. ആ ജമ്മിലൂനി എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ സമയത്ത് 40-ാമത്തെ വയസ്സിൽ ഓടിച്ചെന്ന് എന്നെ പുതപ്പിക്കുന്നു പറഞ്ഞിട്ട് വല്ലാതെ പേടിച്ച ഒരു സന്ദർഭത്തിൽ, കാരണം പേടിച്ചു പോലെ ഒരു ഗുഹയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ധ്യാനിച്ചിരിക്കും പെട്ടെന്ന് രൂപം വന്നിട്ട് ഇങ്ങനെയൊക്കെ പിന്നെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹഗ് ചെയ്തിട്ട് കെട്ടിപ്പിടിച്ച് എന്നൊക്കെ പറയുന്നത്. അവിടെ കെട്ടിപ്പിടിച്ചിട്ടാണ് ആ ഒരു സ്നേഹസ്പർശനം കെട്ടിപ്പിടിച്ചിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ടൊക്കെയാണ് അവിടെ യഥാർത്ഥത്തിൽ വഹയി വന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വഹയിന്റെ വരവും മൊത്തത്തിൽ നബിയുടെ പേടിച്ച് പനിച്ചു പോയി എന്നാണ്. അത്രക്കും പ്രയാസം ഉണ്ടായോ. ഓടി വന്നിട്ട് ഖദീജ ബീവിയുടെ അടുക്കൽ ചെന്നിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പം ഖദീജ ബീവി പറയുന്നത് നിങ്ങൾ എന്തിനു ഭയപ്പെടണം? ഏഹ് അപ്പം പറയുന്ന ചില വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചില വാക്കുകൾ പറയുന്നുണ്ട്. നിങ്ങള് പരോപകാരം ചെയ്യുന്ന, പരസ്പരം ഉപകാരം ചെയ്യുന്ന, എല്ലാവരെയും സഹായിക്കുന്ന നല്ല മനുഷ്യനാണ് നിങ്ങൾ ഒരിക്കലും അള്ളാഹു കൈവിടില്ല എന്ന് പറഞ്ഞിട്ട് ഖദീജ ബീവി. അപ്പം ആലോചിക്കൂ, ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് തന്നെ ഖദീജ ബീവിയുടെയൊക്കെ മനസ്സിൽ അള്ളാഹു എന്ന ബോധവും പടച്ചവനിലുള്ള വിശ്വാസവും ഉണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു ആശ്വാസത്തിന്റെ ഒരു സ്പർശനമായിട്ട് ഖദീജ ബീവി അള്ളാഹു നൽകുന്നു. മാതാപിതാക്കളില്ലാത്ത യതീമെന്ന അവസ്ഥയിൽ നിന്ന് അബ്ദുൽ മുത്തലിബിലൂടെ, അബൂ താലിബിലൂടെ, ഖദീജ ബീവിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ താങ്ങും തണലും നൽകുന്നു. അതിന് ശേഷം ഇനിയിപ്പോൾ അത് മാത്രമല്ലല്ലോ, മക്ക മദീന ഇതിൻ്റെയൊക്കെ ഇനിയിപ്പോൾ ഈ സൂറത്ത് ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്റ്റാറ്റസ് അത്രയൊന്നുമല്ല. ഈ സൂറത്ത് പിന്നീട് മക്കയും മദീനയും ഓതുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള 2 ബില്യൺ ജനങ്ങൾ ഓതുമ്പോൾ, ഇനി ലോകാവസാനം വരെയുള്ള ജനങ്ങൾ ഓതുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുമാത്രം നൽകിയിട്ടുണ്ട്, എന്തുമാത്രം ധാരാളം നിഅമത്തുകളാണ് നൽകിയിട്ടുള്ളത്. അത് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയാ ഫസല്ലി ലി റബ്ബിക. അപ്പം നീ എന്ത് ചെയ്യണം? നീ നിന്റെ 2 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന് നിസ്കരിക്കുക. കാരണം ആധാരം, അടിസ്ഥാനം നമസ്കാരമാണ്. നമസ്കാരമല്ല എല്ലാം, പക്ഷെ അടിസ്ഥാനം നമസ്കാരമാണ്. നമസ്കാരത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തെ അള്ളാഹുവിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കുക സാധ്യമാവുള്ളൂ. നമസ്കാരം ഇല്ലാത്തൊരു മനുഷ്യന് പിന്നെ മുസ്ലിം എന്നുള്ള കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം നിസ്കാരത്തിലൂടെയാണ് അയാളുടെ മുസ്ലിമത്ത് എന്നുള്ള ക്വാളിറ്റിയിലേക്ക് ആ മനുഷ്യന് കയറി നിൽക്കാൻ കഴിയുക. ലി റബ്ബിക, നിന്റെ റബ്ബിന് എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ഇവിടെ, വൻഹർ. ഞാനിപ്പം നേരത്തെ പറഞ്ഞല്ലോ, കൗസറിന് തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കൃത്യമായ ഹദീസിന്റെ പിൻബലത്തിലാണ് ഹൗദുൽ കൗസറിന്റെ വിഷയം ഖുർആൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന്റെ ഒരു മറുവശത്തുള്ള ചില മുഫസ്സിരീങ്ങളുടെ വ്യാഖ്യാനം കൂടെ ഞാൻ പറയുമ്പോൾ എല്ലാം പറയണല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. കൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവനുള്ള മനുഷ്യന്മാര്, ലോകാവസാനം വരെയുള്ള ആളുകൾ അതിൻ്റെ ഫോളോവേഴ്സായിട്ട് മാറി എന്നുള്ളതിൻ്റെ ആ ഒരു വ്യാഖ്യാനമാണ് കൗസർ എന്നതിന്
ഒരു അർത്ഥം. മറ്റത് ഹൗലുൽ കൗസർ നമ്മൾ പഠിച്ചിട്ടുള്ളത്. രണ്ടാമത് ഇവിടെ വൻഹർ എന്ന് പറയുമ്പോൾ ഇവിടെയും ഈ വാക്കും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വൻഹർ എന്ന അർത്ഥം നേർക്ക് നേരെ അറക്കം പറയുമ്പോൾ ബലിയറുക്കുക എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രണ്ട് മാനദീന് കൊടുക്കുക. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, നീ നിസ്കരിക്കുക, നിന്റെ റബ്ബിൻ്റെ വേണ്ടി നീ നിസ്കരിക്കുകയും ബലിയർക്കുകയും ചെയ്യുക. ആടിനെയോ പോത്തിനെയോ പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നതിനൊക്കെ ബലി ചെയ്യുക എന്നതാണ് ഒരർത്ഥമായിട്ട് ചില മുഫസ്സിരിങ്ങൾ വെച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ വളരെ പ്രസക്തമായിട്ടും ഈ വാക്കിനെ ഞാൻ കുറച്ചധികം വിശദീകരിക്കുകയാണ്. ഇത് ബലി എന്ന് പറഞ്ഞാൽ മൃഗബലി അല്ല. മൃഗബലി ചെയ്യണം ചെയ്യണ്ട എന്നല്ല, ഉളുഹിയത്ത് നമ്മൾ ചെയ്യുന്നു, അത് വേറെ വിഷയമാണ്. പക്ഷെ ഈ ബലി എന്ന് പറഞ്ഞാൽ ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി ബലി ചെയ്യുക എന്നുള്ളതാണ്. ജീവിതമാകുന്ന നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജഡികേച്ഛകളെ, നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളെ അള്ളാഹു എന്ന ഈ പ്രപഞ്ചാധിപൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അതിനെ മാറ്റുക എന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിനെ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ വരാം. നമുക്ക് നമുക്ക് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ചില മൊമെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ബലി ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. നമുക്ക് ഒരു നല്ലൊരു ഓഫർ കിട്ടി. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നല്ലൊരു ഓഫർ കിട്ടി. അതെങ്ങാനും നമ്മൾ ഏറ്റെടുത്ത് ചെയ്താൽ നമ്മൾ നോക്കണ്ട, നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് വരും. നമ്മളതിനെപ്പറ്റി പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് നല്ല കാര്യം തന്നെയാണ്. ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു സാധനം എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി ഇന്നത് കൊടുത്ത് ഇന്നതാക്കി ഇന്ന കാര്യം. ഒരു ബിസിനസ് അതിനെന്തും നിങ്ങളിങ്ങനെ മനസ്സിൽ നിങ്ങൾ ആലോചിച്ചോളൂ. അപ്പോൾ നമ്മൾ ഇത്ര വലിയൊരു ബൾക്ക് എമൗണ്ട് നമ്മുടെ ലൈഫിലേക്ക് വിത്തിൻ 3 months കിട്ടുന്ന നല്ലൊരു ബിസിനസ്സാണ്. നമ്മൾ അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, അത് ചെയ്യാൻ പോവാണ്, ഇൻഷാ അല്ലാഹ് നമ്മൾ ഇറങ്ങാൻ പോവാണ്. അല്ലല്ലാ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബിസിനസ് നേരത്തെ ചെയ്ത ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നു, ഇത് നമ്പർ 1 ഫ്രോഡ് പരിപാടിയാണ്. ഒരുപക്ഷെ നമ്മളിത് അറിയാൻ പോലുമില്ല. ഇന്ന ടീം ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അവർ ഇന്ന ചെയ്ത് ഇങ്ങനെ ആക്കുന്ന ഇത്രയും ആളുകൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതിൽ പ്രയാസം ഉണ്ടാവും. പക്ഷെ ഡയറക്റ്റ്ലി നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, നമുക്ക് കിട്ടാനുള്ള കിട്ടും എന്നൊരു ന്യൂസ് നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് മൈൻഡാണ് വരിക. മുമ്പിൽ കിട്ടാനുള്ള ലക്ഷങ്ങൾ ഇങ്ങോട്ട് എടുക്കണോ? ആരും അറിയില്ല, കുടുംബക്കാരും ബന്ധുക്കളും ആരും അറിയില്ല ഈ ഒരു സംഗതിയെ പറ്റി. നമുക്ക് പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആളുകളുടെ മുമ്പിൽ എണീറ്റ് നിൽക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവിടെയാണ് നമ്മൾ ഈ ബലി, വൻ ഹെർ ഈ ബലിയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ബലി ചെയ്യാൻ, ഈ ഒരു വലിയ നന്മയെ, നമുക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു നന്മ എന്നുള്ളതിന് പറയാ ക്രെഡിറ്റിന്, അത് നമ്മൾ അങ്ങ് ബലി ചെയ്യാണ്, നമുക്ക് വേണ്ട എന്ന് വെക്കുകയാണ്. മനസ്സിലായില്ലേ? പിന്നെ അധികാരം, പണം, പ്രശസ്തി, ഇതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ പാടുപെടുന്നത്. അധികാരവും പണവും പ്രശസ്തിയും. അപ്പോൾ ആ നീയത്തിനെ നമ്മൾ എന്ന് മാറ്റുന്നു അന്ന് നമ്മൾ നന്നാവും. ഞാൻ ഫേമസ് ആവണം, ഞാൻ ലോകത്തിന് മുമ്പിൽ വലിയ ആളാവണം എന്ന ചിന്ത, അതോടൊപ്പം സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാവണം, പണം ഉണ്ടാവണം, ഞാൻ ഫേമസ് ആവണം, പ്രശസ്തനാവണം. ഈ ഒരു ചിന്തയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത്. അതൊരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ അത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഈ വൻഹർ എന്ന ഈ ഒരു പദം നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊരു വലിയ നല്ല കാര്യം ചെയ്തു. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ അറിയാതെ നമ്മൾ വലിയൊരു ഒരു ചെറിയൊരു നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി സമ്പത്തൊക്കെ പൈസ കൊടുത്തിട്ട് നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്തി എന്ന് വിചാരിക്കുക. അയാൾക്ക് വലിയൊരു ആശ്വാസമായി, അയാൾ അറിഞ്ഞില്ല നമ്മളാണെന്ന്. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവില്ല എപ്പോഴെങ്കിലും ഒന്ന് അയാളോട് അത് പറയണം. അല്ലെങ്കിൽ വേറെ രണ്ടാൾക്കാർ പറഞ്ഞു ഇയാൾക്ക് വേറെ ആരോ സഹായിച്ചു, അയാൾ നല്ല മനുഷ്യനാണ്, വലിയ പുണ്യമുള്ള ഒരു നല്ല മനുഷ്യനാണ് എന്നൊക്കെ നമ്മുടെ അടുത്ത് നിന്നിട്ട് രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവരുടെ അടുത്ത് പോയിട്ട് അത് ഞാനാണ് എന്ന് പറയാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളും. കാരണം നമ്മൾ ഈ പ്രശസ്തി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാലാവട്ടെ, അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുന്നവരും സക്കാത്ത് കൊടുക്കുന്നവരും രണ്ടു കൂട്ടരും അള്ളാഹിൻ്റെ മാർഗത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി വജ്ഹുള്ള ഉദ്ദേശിച്ചിട്ട് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ അങ്ങനെ ഉദ്ദേശിക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ അയാളെ വിളിച്ചിട്ട്, എടാ
ഞാൻ ഇന്ന എമൗണ്ട് തരികയാണ്. നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഡയറക്റ്റ് ഇത് പഠിച്ചവൻ്റെ ഭാഗത്തേക്കൊന്നുമല്ല, ഇത് നമ്മൾ തമ്മിലുള്ള ഡീലാണ്. ഇന്ന കാര്യം ചെയ്തു തരണമെന്ന് ദുനിയവിയായ സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാം. ബട്ട് ഫസല്ലി റബ്ബിക വൻഹർ, അള്ളാഹുവിന് വേണ്ടി ആണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ, ഈ ത്യാഗം ചെയ്യുന്നെങ്കിൽ, ഇതിൽ ത്യാഗം എന്ന അർത്ഥം കൊടുക്കാം കേട്ടോ. ഈ ത്യാഗം ചെയ്യുന്നെങ്കിൽ, ഈ ബലി ചെയ്യുന്നെങ്കിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അതിൻ്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ, ഒരു ജസാ തിരിച്ചുള്ളൊരു പരോപകാരമോ അല്ലെങ്കിൽ ഒരു നന്ദി വാക്കോ പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ജീവിതമാകുന്ന നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള സകല മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് കൈക്കൂലി മേടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും അതൊക്കെ വേണ്ട എന്ന് വെക്കുന്നത് നല്ല സമ്പത്ത് തന്നെയാണ് പ്രധാനം. സമ്പത്ത് തന്നെയാണ് പ്രധാനം. ഒരാളുടെ ശരിയായ സ്വഭാവം അറിയണമെങ്കിൽ അയാളുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയാൽ മതിയെന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എത്രമാത്രം മഹത്തരമാണ്. അത് ഇന്നും അത് തന്നെയല്ലേ നടക്കുന്നത്. സമ്പത്തിൻ്റെ വിഷയത്തിൽ അത് ത്യാഗം ചെയ്യാൻ, കിട്ടാൻ പോകുന്ന ഒരു പണം വേണ്ടാന്ന് വെക്കുക, അത് വലിയ ത്യാഗം തന്നെയാണ് ജീവിതത്തിൽ. അള്ളാഹുവിന് വേണ്ടി ആളുകൾ അതുകൊണ്ട് പ്രയാസപ്പെടും, വഞ്ചിക്കപ്പെടും. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു ഹറാമായിട്ടുള്ള മുതൽ എനിക്ക് വേണ്ട എന്ന് വെക്കാൻ ഒരാൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബലിയാണ്. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് ബലി ചെയ്യുന്നവരുണ്ട്. മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട്, നാടിന് വേണ്ടിയൊക്കെ ബലി ചെയ്ത ഒരുപാട് ആളുകൾ. ഇത് ജീവിതത്തിൽ പലതും വേണ്ട, നമ്മൾ ഈ ഒറ്റ വാക്കിൽ ഞാൻ അതിനെ പറയാം. വൻഹർ എന്ന പദത്തിന് ഈ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒറ്റ വാക്കിൽ പറയാം. നമ്മൾ നിസ്കരിക്കുന്നവരായ പോരട്ടോ, നിസ്കാരം ഈ വൻഹറുമായിട്ട്, അത് ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതിനെയാണ് ഈ ഒരു ബലി എന്ന് പറയുന്നത്. അതിനാണ് ത്യാഗം. ഇഷ്ടമുണ്ടായിരുന്നിട്ടും, ലഭ്യമാകുമായിരുന്നിട്ടും, എടുക്കാൻ പറ്റുമായിരുന്നിട്ടും വേണ്ട, പൊയ്ക്കോട്ടെ എന്ന് അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന ആ മഹാത്യാഗം ചെയ്യാൻ നിങ്ങൾ സന്നദ്ധമാവുക. ഇനി ഒരു കാര്യം കൂടെ, ഈ തഫ്സീർ ഒക്കെ പറഞ്ഞ നബിയോട് മാത്രമല്ലല്ലോ ഖുർആൻ സംസാരിക്കുന്നത്. ഇനി ഈ സൂറത്തിനെ നിങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദുൽ കസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാവട്ടെ, അതാവട്ടെ, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ സ്വഭാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്ത നിഅമത്തുകളെ പറ്റി, അതിൻ്റെ കൗസർ, അതിൻ്റെ ധാരാളം നൽകപ്പെട്ട നിഅമത്തുകൾ, ആ വിഷയമൊക്കെ അവിടെ മാറ്റി വെക്കാം. നമ്മൾ മക്ക മാറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ സൂറത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ മക്കയിൽ അന്നത്തെ കാലഘട്ടത്തിലെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കുള്ള വഴികാട്ടി കൂടിയാണ്. ആ അർത്ഥത്തിൽ ഇനി നമ്മൾ ഇതിനെ വായിക്കാൻ പോവാണ്, വിശുദ്ധ ഖുർആനെ. നോക്കൂ, ഇന്ന അഅ്തൈനാകൽ കൗസർ, ഞാൻ, നിങ്ങൾ, ഈ കേൾക്കുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക്, ഞാൻ എന്ത് വായിക്കാണ്, അള്ളാഹു നമ്മളോട് പറയാണ്, ഇന്ന അഅ്തൈനാകൽ കൗസർ, നിനക്ക് ഒരുപാട് തന്നില്ലേ, നിനക്ക് ജീവിതം തന്നില്ലേ, നിനക്ക് നല്ലൊരു വീട് തന്നില്ലേ, മാതാപിതാക്കളെ തന്നില്ലേ, ജോലി തന്നില്ലേ, ഒരുപാട് നിയമത്തുകൾ തന്നില്ലേ, നല്ല മക്കളെ തന്നില്ലേ, നല്ല സാമ്പത്തിക ഐശ്വര്യം തന്നില്ലേ, നീ പട്ടിണി അടക്കുന്നില്ലല്ലോ, നിനക്ക് നല്ല വസ്ത്രമില്ലേ, നോക്കൂ, ഈ ആരോഗ്യം തന്നിട്ടില്ലേ. അലി ബനാത്തിൻ്റെ കഴിഞ്ഞ, നമുക്കറിയാലോ, അദ്ദേഹം ഈ നൂറ്റാണ്ടിൽ മരണപ്പെട്ട വ്യക്തിയാണ്. അത്രയും വലിയ കോടീശ്വരനായ മനുഷ്യൻ, അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് അദ്ദേഹം അവസാനം മരണക്കിടക്കയിൽ നിന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ, നിങ്ങൾക്കൊരു ദിവസം രാവിലെ എണീറ്റിട്ട് ബാത്റൂമിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഈ ഭൂമിയിലെ ഏറ്റവും ഐശ്വര്യമുള്ള വ്യക്തി. എന്ന് വെച്ചാൽ ആരോഗ്യം, ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യം ഉണ്ടാവുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു, ഒന്നുമില്ല ബാത്റൂമിൽ പോവാതെ മലവും മൂത്രവും വയറിൽ കെട്ടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അതന്നെ ഏറ്റവും വലിയൊരു അസുഖമാണ്. ഒരു ഡോക്ടറുടെ ക്ലാസ്സിൽ ഡോക്ടർ പറയുന്നുണ്ട്, ഡോക്ടറൊന്നും പറയണ്ട, ഈ അവസ്ഥ കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന രോഗികളുടെ ഒരു വിഭാഗം വരാണല്ലോ. ഇവർക്കിത് പോകണില്ല, എന്നിട്ട് ഇപ്പോൾ ട്യൂബ് ഇട്ടിട്ടും പല രീതിയിലും ഇത് കളയേണ്ട ഒരവസ്ഥ. എന്നാലോചിച്ച് നോക്കൂ, നാച്ചുറലി പോകേണ്ടത് പോവാതിരിക്കുക. സ്തംഭനം, നമ്മൾ വയറ് സ്തംഭനം അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല. എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഫുഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ വയറ് വേദന വന്നിട്ട് വയറ് സ്തംഭിക്കുക. ഈ സ്തംഭന സമയത്ത് നമ്മൾ ശ്വാസം വരെ കിട്ടാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മൂത്രമൊഴിക്കാൻ, ബാത്റൂമിൽ പോകാൻ, ചില യാത്രയിലൊക്കെ നമുക്ക് ടോയ്ലറ്റ് കിട്ടാതെ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടാത്ത ഒരാളും ഭൂമിയിൽ ഉണ്ടാവില്ല. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു സമയം അതായിട്ട് പോയി കിട്ടുമ്പോൾ എന്തൊരു റിലാക്സാണ്. ഈ റിലാക്സ് ആവുന്നതിൻ്റെ മുമ്പുള്ള ആ പ്രയാസം നമ്മൾ ആലോചിച്ച് നോക്കൂ.
ഇത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെയും നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ അള്ളാഹു തന്ന നിഅമത്തുകൾ അറിയണമെങ്കിൽ അതില്ലാതാവണം. ഈ എൻ്റെ അക്കാഡമിയിൽ ഒരു കുട്ടി, രണ്ട് കണ്ണുമില്ലാത്തൊരു കുട്ടി പഠിക്കുന്നുണ്ട്. ആ കുട്ടി ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ എനിക്ക് വല്ലാത്ത, ഞാൻ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ വലിയ മാനസികമായിട്ട് നമ്മൾ ഡെസ്പ് ആവുന്ന ഒരു അവസ്ഥയിൽ വരുമല്ലോ, ഒരു മടുപ്പൊക്കെ. അപ്പോൾ ഈ കുട്ടി കയറി വരുന്നുണ്ട്. അപ്പോൾ പഠിച്ച അൽഹംദുലില്ലാ, നമ്മൾക്ക് ഷൂസ് ഇല്ലാത്ത ദുഃഖം അനുഭവിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ മുമ്പിലൂടെ കാലില്ലാത്ത ഒരുത്തൻ ഇങ്ങനെ കുക്കിച്ചാടി അങ്ങ് പോയപ്പോഴാണ് അവന് അവൻ്റെ വാല്യൂ മനസ്സിലാവും. അപ്പോൾ അള്ളാഹു തന്ന നിഅമത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവർ, നമ്മൾ നഷ്ടങ്ങളുടെ കണക്കല്ലേ അള്ളാഹിനോട് പറയാം. കൈ നീട്ടിയാ തുടങ്ങും അള്ളാഹിൻ്റെ മുമ്പിൽ ദുആ ചെയ്യാൻ. കൈ നീട്ടിയിട്ട് ഉടനെ തുടങ്ങും നഷ്ടം, 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 നഷ്ടം. അള്ളാഹു എനിക്കത് പോയല്ലോ, ഇത് പോയല്ലോ, അത് തരണേ, ഇത് തരണേ. എന്നെങ്കിലും നമ്മളൊന്ന് തസ്ബീഹ് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിനെ? എന്നെങ്കിലും നമ്മൾ അൽഹംദുലില്ലാ എന്ന് മാത്രം പറഞ്ഞൊരു ദുആ ചെയ്തിട്ടുണ്ട്? അള്ളാഹുവേ നന്ദി, അള്ളാഹ് ലക്കൽ ഹംദു. ഞാൻ എൻ്റെ മനസ്സിൽ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞാൻ പങ്കെടുത്ത ദുആയിലൊന്നാണ് യുഎഇയിൽ ഷെയ്ഖ് മുഹമ്മദ് അബാദ്, ഞാൻ പേരെടുത്ത് പറയാം. അദ്ദേഹത്തിൻ്റെ, അതായത് ഈജിപ്ഷ്യനാണ് അദ്ദേഹം, ഒരു മിസ്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഇമാമത്ത് മാഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത 3 റമദാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് ചെയ്തു. ആ റമദാനിലെ തഹജ്ജുദ്, ഖിയാമുല്ലൈൽ നമസ്കാരം പള്ളിയിൽ, തറാവീഹ് അല്ല കേട്ടോ, തറാവീഹ് ഉണ്ട് അത്, പക്ഷേ ഈ ഖിയാമുല്ലൈൽ നിസ്കാരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു, നമ്മളൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് മലയാളികൾ എന്ന അർത്ഥത്തിൽ. അതിലപ്പുറം അറബിയായിട്ട് ജനിക്കാനും വിശുദ്ധ ഖുർആനെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും പറ്റുന്ന, അത് പറ്റാതെ പോയ അറബികൾ പറയേണ്ടത് വിഷയം. പക്ഷെ ആ അറബിയായിട്ട് ജനിച്ചിട്ട് ആ ഈമാനോട് കൂടെ ദ്വാ ചെയ്യുന്ന ആളുകളുടെ കണ്ണീരിൽ കുതിർന്ന ദ്വാ രാത്രി 2 മണിക്കാണ് അവിടെ തുടങ്ങുക. 2 മണിക്ക് തുടങ്ങിയ അവിടെ തുടങ്ങും. പഠിച്ചവനെ, ആ ഒരു അന്തരീക്ഷത്തിന് ഒരു പ്രധാനമുണ്ട്, പ്രധാനപ്പെട്ട സംഗതി. അവരെല്ലാവരും വെള്ള വസ്ത്രം ധരിച്ചിട്ട്, വെള്ള വെള്ള വെള്ള, എല്ലാവരും തൂവെള്ള നിറത്തിൽ നല്ല വസ്ത്രം ധരിച്ച്, നല്ല ബഹൂറും നല്ല അത്തറും ഒക്കെ പൂശിയിട്ട്, ഈത്തപ്പഴവും വെള്ളവും സംസം വെള്ളമൊക്കെ ചിലർ ഇത് കൊണ്ടുവരും പള്ളിയിൽ. എന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഖുർആൻ ഓതിയിരിക്കും. ഇമാം ഇങ്ങനെ വരും, എന്നിട്ട് എല്ലാ ലൈറ്റുകളും അങ്ങ് ഓഫ് ചെയ്യും. മുമ്പിൽ ഇമാമിൻ്റെ ഭാഗത്ത് ചെറിയൊരു തെരുവട്ടത്തിൽ ലൈറ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അങ്ങ് തുടങ്ങും. എന്നിട്ട് ആ ദുആയിലേക്കട്ട് ഖിറാഅത്ത് തന്നെ കേട്ടാൽ മാഷാ അല്ലാ, നമ്മൾ ആ ഖുർആനോട് ഇങ്ങനെ ചേർന്ന്, നമ്മളിപ്പോൾ ഇന്ന ആഴത്തിനാക്കൽ കസറ ഇതിങ്ങനെ പിന്നെയും പിന്നെയും എടുക്കും. ഇന്ന ആഴത്തിനാക്കൽ പിന്നെയും എടുത്തോതും, പിന്നെയും എടുത്തോതും, പിന്നെയും കരയും, പിന്നെയും എടുത്തോതും. കാരണം അവർ കൽബ് തട്ടിയിട്ട് അവർ ഓതാണ്, ഇടറിക്കൊണ്ട്. കാരണം അവർ ഒരു പക്ഷേ അവർക്ക് അവരുടെ നാടും ഈജിപ്തുമായിട്ട്, എനിക്ക് ഏറ്റവും വളരെ പിന്നെ വൈകാരികമായിട്ട് തോന്നിയ ചില സംഭവം എന്ന് പറഞ്ഞാൽ, മൂസ അലൈഹി സ്വലാം ബനി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഓരോ നാടിനെ പറ്റിയല്ല പറയുന്നത്. നമ്മളിപ്പോൾ മലപ്പുറത്തിനെ പറ്റിയും കോഴിക്കോടിനെ പറ്റിയൊക്കെ ഖുറാനിൽ ഇങ്ങനെ വിശദമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇവിടെ ഉണ്ടായിരുന്ന പഴയ കാലത്തെ ആളുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ ആ ഒരു വൈകാരിക അടുപ്പം കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ മൂസ അലൈഹി സ്വലാമിനെ പറ്റിയും അത് നന്ദികേട് കാണിച്ച ഇസ്രായേലരെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരിങ്ങനെ കണ്ടമിടറിക്കൊണ്ട് ഖുർആൻ ഓതുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ച് പടക്കും. പിന്നെ ദ്വാലേക്ക് കയറിയാൽ നോക്കണ്ട, എൻ്റെ റൈറ്റും ലെഫ്റ്റും ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ എങ്ങനെയാണ് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. ഞാനൊക്കെ ഈ നിസ്കാരത്തിൽ പിന്നെ വ്യക്തിപരമായിട്ട് എപ്പോഴെങ്കിലും തഹജ്ജുദിലൊക്കെ ചില മൊമെന്റിൽ മാത്രം പൊട്ടിക്കരയാന്നല്ലാതെ സ്ഥിരമായിട്ട്. പക്ഷെ അവിടെയുള്ള ഒരു പിന്നെ ദിവസവും കരയാതെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ കഴിയില്ല. കണ്ണുനീര് വീണ് 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 ഇവർ കർച്ചീഫുമായിട്ട് നേരത്തെ വരിക എന്ന് വെച്ചാൽ അത്രയും കരയേണ്ടി വരും. ആ ദുആയുടെ ശക്തി അതാണ്. എന്നിട്ട് ആ തുടക്കം തന്നെ രസം, ലക്കൽ ഹംദു, ലക്കൽ ഹംദു യാ അല്ലാഹ്, ലക്കൽ ഹംദ്, ബിക്കൽ ഹംദ് എന്ന് പറഞ്ഞിട്ട് തുടക്കം തന്നെ അങ്ങനെയാണ്. ലക്കൽ ഹംദു ബിൽ ഖുർആൻ. അദ്ദേഹത്തെ എന്തോ ഒരു മനോഹരമായിട്ട് ആ ശബ്ദം. ഷെയ്ഖ് മുഹമ്മദ് അബാദ, നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കൂ, ഷെയ്ഖ് മുഹമ്മദ് അബാദ ഫ്രം ഈജിപ്ത്. അബാദ ഒരു വ്യക്തി മാത്രമല്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് സമ്പൽ സമൃദ്ധമാണ്. UAE മാത്രമല്ല, GCC രാജ്യങ്ങളൊക്കെ, നിങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള അതൊരു വലിയ ഭാഗ്യമാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ പള്ളിയിലൊക്കെ കയറിയിട്ട് ഖിറാഅത്ത് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ള ഇമ്പ്രഷനൊക്കെ പോകും. അത് വേറെ വിഷയം. അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കുറേ സാഹചര്യം. ഒന്ന് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം തന്നെ, എയർ കണ്ടീഷൻഡ്, ആ അത്തറിൻ്റെ സ്മെല്ലും, ആ എല്ലാവരുടെയും വസ്ത്രവും, ആ ഒരു കാരീൻ്റെ മഹ്റജും, പിന്നെ മൈക്കിൻ്റെ ക്വാളിറ്റിയും അതും എടുത്തു പറയണ്ട. അങ്ങനെ മിക്സറൊക്കെ വെച്ച് നല്ല നല്ല അടിപൊളി വോയിസ് മോഡുലേഷനിൽ അത് പാരായണം ചെയ്യാനുള്ള അവരുടെ കഴിവും അതൊക്കെ അതിൽ ആശ്രയിച്ചിട്ടുണ്ട്. അതിലൊക്കെ അപ്പുറം അവരുടെ അറിവും അവരുടെ പാരായണ രീതിയും എന്ത് രസമാണ് കേൾക്കാൻ. ലക്കൽ ഹംദു ബിൽ ഖുർആൻ, ലക്കൽ ഹംദു ബിൽ ഇസ്ലാം, ഇസ്ലാം തന്നതിന് നന്ദി റബ്ബേ.
അപ്പോൾ അത് പറയാം, നമ്മൾ അതിൻ്റെ മലയാളം എടുത്ത് നോക്കും. ഇസ്ലാം തന്നതിന് നന്ദി റബ്ബേ, ഇസ്ലാം തന്നതിന് നന്ദി റബ്ബേ, ഖുർആൻ തന്നതിന് നന്ദി റബ്ബേ, ഒരു റമദാനിലേക്ക് കൂടി ഞങ്ങളെ മനസ്സിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയതിന് നന്ദി റബ്ബേ, നിനക്ക് സ്തുതി റബ്ബേ എന്ന് പറഞ്ഞിങ്ങനെ നമ്മളെ മലയാളം എന്ന് നമ്മൾ പറഞ്ഞു നോക്കുക, നമ്മൾ എത്രത്തോളം ഹൃദയത്തിലേക്ക് നമ്മൾ ആ ദുആ ഇറങ്ങും. നമുക്ക് അറബി ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിലും, പക്ഷെ ചിലത് നമ്മൾ ഓർത്തു പോകുന്ന എന്താ വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും ദുആകളൊക്കെ നിങ്ങൾ അറബിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ദുആകളൊക്കെ നമ്മൾ റബ്ബനാത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, അപ്പോൾ അതാ നമ്മൾ അർത്ഥറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ നെഞ്ച് പടക്കും. ഈമാനുള്ള ആളുകളൊക്കെ ആ വജിലത്ത് ഖുലൂബുഹും സാദത്തും ഈമാന. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും നിഅമത്തുകളും ഒരുപാടാണ്. കണ്ണും കാതും, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബലദിൽ പറയുന്നില്ലേ, ലിസാനം വശഫത്തൈൻ വഹദൈനാഹുൻ നജ്ദൈൻ, നിനക്ക് രണ്ട് കണ്ണ് തന്നില്ലേ, രണ്ട് ചുണ്ട് തന്നില്ലേ, രണ്ട് ചെവി തന്നില്ലേ, രണ്ട് വഴി കാണിച്ചെന്നില്ലേ. എന്നിട്ട് സന്മാർഗവും ദുർമാർഗം, എന്നിട്ട് നീ ദുർഭാഗ്യം തിരഞ്ഞെടുത്തതിന് അള്ളാഹിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വിധിയെ പഴിച്ചിട്ട് കാര്യമില്ല, നീ വേണം വഴി തിരഞ്ഞെടുക്കാന്ന് ബലദിൽ പറയുന്നു. ഇൻഷാല്ല അവിടെ എത്തുമ്പോൾ നമ്മൾ അത് പഠിച്ച് മുന്നോട്ട് പോകും ഇൻഷാല്ല. ഇപ്പോൾ അള്ളാഹു ഈ സൂറത്തുൽ കൗസറിലൂടെ എന്നോടും നിങ്ങളോടാ ചോദിക്കണം, ഇന്ന അഅ്തൈനാക്കൽ കൗസർ, എനിക്ക് ഒരുപാട് തന്നില്ലേ, എന്തൊക്കെ തന്നു, തരാത്തതിന്റെ കംപ്ലൈന്റ് അവിടെ നിന്ന് ഇത്ര തന്നു. സംസാരശേഷി, കാഴ്ച, കാണാനുള്ള കഴിവ്, കാഴ്ച നഷ്ടപ്പെടുമ്പോൾ നമുക്ക് കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വില മനസ്സിലാവുള്ളൂ. ഈ വാല്യൂ കോടികൾ, വില, ഒരു മനുഷ്യ ശരീരത്തിന് വില കണക്കാക്കാൻ പറ്റും. മനുഷ്യന് വിലയില്ല ഇന്നത്തെ കാലത്ത് എന്നുള്ളത് വേറെ വിഷയം, കൊന്ന് തള്ളുകയാണ് പല രാജ്യങ്ങളിലും, അത് വേറെ. പക്ഷെ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരും ചേർന്നാലും, ഇന്നിപ്പോൾ AI റോബോട്ടിക് പല സാങ്കേതിക സംവിധാനങ്ങളുണ്ട്, പക്ഷെ ഒരു മനുഷ്യന്റെ രോമം പോലും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അത് സത്യമാണ്. ഈ റോബോട്ടിക് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഇൻസ്ട്രുമെന്റ്സിനെ, അതായത് ഇവിടെയുള്ള മെറ്റീരിയൽസിനെ എടുത്തിട്ട് ആ മെറ്റീരിയൽസിന് രൂപമാറ്റങ്ങൾ വരുത്താനുള്ള കഴിവ് എന്നല്ലാതെ നിർമ്മാണം, ക്രിയേഷൻ, മേക്കിംഗ് അല്ല. മേക്കിങ്ങും ക്രിയേഷനും പറ്റിയ രണ്ട് മീനിങ് ആണ്. മേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മേക്ക് ചെയ്യാം, നമുക്ക് ഒരു കുക്കിംഗ് ഒരു മേക്കിംഗ് ആണല്ലോ, നമ്മൾ മേക്ക് ചെയ്യല്ലേ. ഒരു കേക്ക് ഉണ്ടാക്കുന്നു, പക്ഷെ കേക്ക് സൃഷ്ടിക്കുകയല്ല. സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ്. ഒരു രോമം പോയിട്ട് ഒരു കൊതുകിൻ്റെ ചിറക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു നിസ്സാരമായൊരു ഡ്രോപ്പ് വെള്ളം പോലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അതാണ് സത്യം. അപ്പോൾ അള്ളാഹു തന്ന മുഴുവൻ നിയമത്തുകളും, ഇനിയിപ്പോൾ നമ്മുടെ ശരീരം തന്നെ പഠിച്ചാൽ മതി. മെഡിക്കൽ സ്റ്റുഡൻസ് തന്നെ പഠിച്ച അത്ഭുതത്തോടെ സംസാരിക്കലുണ്ട് ശരീരത്തെ പറ്റി. ഈ ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്ന അത്ഭുത ലോകത്തെ പറ്റി തന്നെ പഠിച്ചാൽ നമുക്ക് അള്ളാഹുവിലേക്കുള്ള വഴിക്ക് വേറൊന്നും നോക്കണ്ട. പിന്നെ അള്ളാഹു തന്ന നിയമത്തുകൾ, മഴ, പുഴ, ഈ കാണുന്ന ഭക്ഷണങ്ങൾ, ഭക്ഷ്യപദാർത്ഥങ്ങൾ, ജീവജാലങ്ങൾ, ഈ പ്രപഞ്ചം മുഴുവൻ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അള്ളാഹ് തന്ന നിയമത്ത് എത്രയാണ്. ഇതാണ് ഒന്നാമത്തെ ആയത്ത്. ഇത് നമ്മളോട് ഡയറക്റ്റ് പറയാണ്. നേരത്തെ പറഞ്ഞ തഫ്സീർ അത് അവിടെ വെച്ചോളൂ, നമ്മുടെ മനസ്സിൽ അതും വേണം. പക്ഷെ നമ്മളിത് ഓതുമ്പോൾ ഇതും കൂടെ വേണം. ഇതും നമ്മുടെ മനസ്സിൽ, ഇന്ന ആൾത്തന്നെ നിനക്ക് ഒരുപാട് തന്നില്ല, ഇത് ഓതുന്ന ഞാനും ഇത് ഓതുന്ന നിങ്ങളും, നമുക്ക് അള്ളാഹു ഒരുപാട് തന്നില്ലേ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ അതേ കാര്യം നമ്മളോടും, ഫസ്വല്ലിൽ, അതുകൊണ്ട് നീ നിസ്കരിക്കുക. അപ്പൊ എന്തിനായി നിസ്കരിക്കണത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറില്ലേ, എന്തിനായി നിസ്കരിക്കണത്? അപ്പോൾ അതിന്റെ മറുപടിയാ, നന്ദി കാണിക്കണം, ശുക്ർ ചെയ്യണം അള്ളാഹുവിനോട്. സുബഹി നിസ്കരിച്ച ആള് ളുഹറിന് നിസ്കരിക്കാൻ വീണ്ടും പോകുമ്പോൾ, സുബഹിത്ത് ളുഹർ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ നിയമത്തുകൾ കിട്ടി, അതിന് വീണ്ടും സുജൂദ്, വീണ്ടും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹുവോട് 5 വഖത്തും മുമ്പിൽ സുജൂദ് ചെയ്യാൻ, നിസ്കരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഫസല്ലി ലി റബ്ബിക, റബ്ബിന് വേണ്ടി, റബ്ബിലേക്കുള്ള നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുക. വൻഹർ, റബ്ബിലേക്ക് ത്യാഗം ചെയ്യാം. വലിയ റബ്ബി ഫസല്ലി റബ്ബിക വൻഹർ, ഈ ആയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റായിരുന്നു. ഈ ഫസല്ലി വൻഹർ എടുത്ത് ഇപ്പുറത്തിട്ടിട്ട് ലി റബ്ബിക ഫസല്ലി വൻഹർ എന്നാക്കായിരുന്നു. പക്ഷേ ഇവിടെ റബ്ബിന് വേണ്ടി, ലി റബ്ബിക വൻഹർ, റബ്ബിന് വേണ്ടി ബലി ചെയ്യുക എന്നുള്ളത് ഫസല്ലി. അപ്പോൾ ചില മുഫസ്സിരീങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സല്ല എന്ന് പറയുന്നത് റബ്ബിന് വേണ്ടിയല്ല, ഫസല്ലി റബ്ബിക, അപ്പൊ ലി റബ്ബിക, റബ്ബിന് വേണ്ടി ഇങ്ങോട്ട് അർത്ഥം വരിക. വൻഹർ, റബ്ബിലേക്ക് വേണ്ടിയിട്ട് ബലിയർക്കുക. അപ്പൊ ഫസല്ലി എന്നുള്ള അവിടെ ഒരു മാറ്റി നിർത്തിയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഫസല്ലി വൻഹർ ലി റബ്ബിക് എന്ന് പറഞ്ഞാലും പറ്റുക, അല്ലെ ലി റബ്ബിക ഫസല്ലി ലി വൻഹർ. പക്ഷെ ആ ഫസല്ലിയുടെയും വൻഹറിന്റെ ഇടയിൽ കൊണ്ടുവച്ചു. അപ്പം ഊന്നൽ കൊടുക്കുന്നത്, നിസ്കരിക്കണം, ഊന്നൽ കൊടുക്കുന്നത് വൻഹറിനാണ്. അപ്പം നിസ്കരിച്ചാൽ പോരാ, റബ്ബിന് വേണ്ടിയിട്ട് ബലിയർക്കുകയും ചെയ്യുക. അപ്പൊ നിസ്കരിക്കണം നമുക്ക് വേണ്ടിയിട്ടാ, റബ്ബിന് പ്രത്യേകിച്ചൊന്നുമില്ല.
വൻഹർ റബ്ബിന് വേണ്ടി ബലിയർപ്പിക്കുക പറഞ്ഞാൽ റബ്ബിനായാലും പ്രത്യേകിച്ച് ഇപ്പോൾ ബലിയർക്കുന്ന ഈ ഒരു ഹദീസിന്റെ രൂപത്തിൽ പറയുന്നുണ്ടല്ലോ, അവരുടെ ഇറച്ചിയും മാംസവും ഒന്നും റബ്ബിന് വേണ്ടിയില്ല, അതൊന്നും അള്ളാഹ്ക്ക് വേണ്ടിയല്ല. നമ്മളിപ്പോൾ ബീഫ് ബലിയർത്ത് പൊരിച്ചിട്ട് അള്ളാഹ്ക്ക് കൊടുക്കും, നമ്മൾ തന്നെയല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ കേവലം മൃഗബലി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി പലതും വേണ്ട എന്ന് വെക്കണം. നിസ്കരിക്കുന്ന ആളുകൾ, മുസ്ലിയാരായിട്ടുള്ള സല്ലിക്കാർ, സ്വലാത്തിന്റെ ആളുകൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ജീവിതമാകുന്ന ജീവിതത്തിൽ പലതും വേണ്ടാന്ന് വെക്കേണ്ടി വരുമെന്ന് തന്നെയാ, ത്യാഗം ചെയ്യാൻ തന്നെയാ സാമ്പത്തിക ത്യാഗം. സാമ്പത്തികം മാത്രമല്ല, അപ്പൊ മക്കളും ഭാര്യയൊക്കെ ഫിത്നയാണെന്ന്, വലിയ പരീക്ഷണാണെന്ന് ഖുറാനിലെ ആയത്തിലെത്തുമ്പോൾ നമ്മളത് വിശദമായിട്ട് പറയും. പക്ഷെ പറയാ, നമ്മുടെ ജീവിതത്തിൽ വലിയ പരീക്ഷണാണ് നമ്മുടെ കുടുംബം, ബന്ധങ്ങള്, ഭാര്യ, ഉമ്മയിലൂടെ പരീക്ഷിക്കപ്പെടും, ഉപ്പയിലൂടെ പരീക്ഷിക്കപ്പെടും, പിന്നെ അസുഖം തന്ന് പരീക്ഷിക്കപ്പെടും. അങ്ങനെയുള്ള സമയത്തൊക്കെ വലിയ ത്യാഗം ചെയ്യേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ വലിയ ത്യാഗങ്ങൾ അനിവാര്യമാണ്. അതിനെപ്പറ്റിയാണ് ഇത് പറയുന്നത്. എന്നിട്ട് പറയും ഇന്ന ഷാനിക്ക് ഹുല്ലബ്തർ. ഇനി വേറിട്ടത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പോവുക. എന്നിട്ടിപ്പോൾ നമ്മൾക്കെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ മനസ്സിൽ കഠിനമായ വിരോധം വെച്ച് പുലർത്തുന്ന മനുഷ്യന്മാരുണ്ട്. അതെല്ലാ മതത്തിലും ഉണ്ട് കേട്ടോ. അത് ക്രിസ്ത്യൻസിലും അല്ലെ ഹിന്ദുക്കൾ മാത്രമാണോ ക്രിസ്ത്യൻസ് എന്നൊന്നുമില്ല. അത് ഭൂരിപക്ഷ ആളുകളും ഇസ്ലാമിനും, മനുഷ്യത്വമുള്ള മനുഷ്യന്മാരൊക്കെ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും നന്മ എന്ന് പറഞ്ഞ് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരാ. അതിൽ ചെറിയൊരു ന്യൂനപക്ഷമുണ്ട് ഇത്തരത്തിലുള്ള വർഗീയ. അത് കേരളത്തിൽ പൊതുവെ കുറവാണ്, ചെറിയ അംശമുള്ളൂ. അത് ഒരിക്കലും കേരളത്തിന്റെ ഒരു സാഹോദര്യ അന്തരീക്ഷത്തെ തകർക്കാൻ അവർ കഴിയില്ല. അതിന് കുറേ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് കേരളത്തിലുള്ള ആളുകൾക്ക് എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ളതാണ്. അത് സത്യമാണ്. വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്. പിന്നെ വേറുള്ള ഒരുത്തൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ട അവസ്ഥ ഇല്ല. എല്ലാവർക്കും അത്യാവശ്യം ഇപ്പോൾ ഒരു ഏറ്റവും പാവപ്പെട്ടവനാണെങ്കിലും ആരോഗ്യം ഉണ്ടവൻ ഇറങ്ങിയ ജോലി കിട്ടാൻ നാട്ടിലുണ്ട്. പണിക്കിറങ്ങാൻ തയ്യാറാണെങ്കിൽ നാട്ടിൽ ജോലിയുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ കേരളത്തിലുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹ് നിലനിർത്തി തരട്ടെ കേരള മണ്ണിനെ. ഇന്ത്യയെ അങ്ങനെ ആകുന്നല്ല, ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെയൊക്കെ അനുഭവിച്ചത് അൽഹംദുലില്ലാ, നമ്മൾ കേരളക്കാരനായി മലയാളിയായി എന്നതിൽ അഭിമാനം കൊള്ളുന്നു. കാരണം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് മതമൈത്രിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ ആണെങ്കിലും എന്തിൻ്റെയൊക്കെയോ പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ജാഹിലീങ്ങളായിട്ടുള്ള കുറേ മനുഷ്യന്മാർ നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിലും ഉണ്ട്, നമ്മൾ കാണുന്നതുമാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ആ ഒരു വിരോധം അവിടെ കിടക്കുകയാണ്. അത് അത് അവര് മാറ്റൂല. മാറ്റൂല എന്ന് മാത്രമല്ല, അവരത് മണ്ണിലേക്ക് ഒടുങ്ങുന്നവരെ അവരുടെ മനസ്സിൽ ആ വിരോധം ഉണ്ടാവും. ഓക്കെ, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ അവര് വേരറ്റെട് പോവുക ചെയ്യുക. അവരുടെ പേര് കുറച്ച് കാലത്തേക്കുള്ളൂ, അത് വേരറ്റതാണത്. അവരൊക്കെ അങ്ങനെയായിട്ട് ഒടുങ്ങിക്കോളും, അങ്ങനെ അങ്ങ് തീർന്നോളും. അത് തന്നെയാണ് അതിന്റെ ശരി. ഓക്കെ, അതുകൊണ്ട് അവരെ കാര്യത്തിലൊന്നും നമ്മളിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അത് അള്ളാഹുവിനെ വിട്ടുകൊടുക്കുക. അത് അങ്ങനെ അങ്ങ് ഒടുങ്ങിക്കോളും. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ത്യാഗം ചെയ്തും നമ്മുടെ കർമ്മ നിരതമായിട്ട് അള്ളാഹു തന്ന നിയമത്തിൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ അള്ളാഹ് തന്ന ഐശ്വര്യത്തിലും നമ്മൾ നന്ദി കാണിച്ചുകൊണ്ട് ശുക്രിലും അള്ളാഹിന്റെ ദിക്റിലും ഫിക്റിലുമായിട്ട് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മനിരതരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ മനുഷ്യന്മാരെ, ഇത് കേൾക്കുന്നവരും എല്ലാത്തവരുമായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും ഹിദായത്ത് അള്ളാഹു നൽകട്ടെ. അതോടൊപ്പം നമുക്ക് യഥാർത്ഥ മുഅ്മിനായി ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് മരണപ്പെടാൻ എനിക്ക് നിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ.